എൻ്റെ പേര് ജയ ബേബി എന്നാണ്. ഇത് കൂണ് നമ്മൾ ഓടക്കാലിൽ നിന്നാണ് വിത്ത് വാങ്ങിയിരിക്കുന്നത്. വൈക്കോല് 24 മണിക്കൂർ വൈക്കോല് വെള്ളത്തിലിട്ട് ചീച്ച് അത് കഴുകി വാരിയെടുത്ത് ആവിയിൽ പുഴുങ്ങി വെള്ളം വലിച്ചിട്ടാണ് നമ്മളിത് ചുമ്മാടുകളാക്കും. ചുമ്മാടുകളാക്കിയിട്ട് ഈ കൂടിന് നമ്മൾ ഏറ് പോകുമ്പോൾ തുളകൾ ഇട്ടിട്ട് അതിൻ്റെ അത് ഈ വിത്തിട്ട് 4 ചുമ്മാട് ഒരു കവറിൽ തന്നെ അങ്ങനെ അത് നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഇത് കെട്ടി വയ്ക്കുക. 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിന് തുളയിട്ട് കൊടുക്കണം. ആ തുളയിട്ട് കൊടുത്ത് ഇപ്പോൾ ഇച്ചിരി അങ്ങനെ വലിപ്പമുള്ള തുളയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ തുളയക്കടെയാണ് ഈ കൂണുങ്ങളിങ്ങനെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ 3-ാം ദിവസം നമുക്ക് പറിക്കാം. 20-24 ദിവസം കൊണ്ട് കൂണ് ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാം. ഇവിടെ ഫാമിൽ തന്നെയാണ് ഇതിന്റെ സെയിൽ നടക്കുന്നത്. വിത്ത് എവിടെ നിന്ന് കിട്ടുന്നത്? വിത്ത് ഓടക്കാലിൽ നിന്നാണ്. ഓടക്കാലി ഫാമിൽ നിന്നല്ലേ? വിത്തിന് എങ്ങനെ റേറ്റ് വരണേ? ഒരു പാക്കറ്റ് 50 രൂപ വെച്ച് വരും. ഒരു പാക്കറ്റിൽ നമുക്ക് ഒരു കൂട്ടിനുള്ളതാണോ അതോ 2 പാക്കറ്റിലിടാം? 2 കൂട്ടിലിടാൻ 50 കിട്ടും ഒരു പാക്കറ്റ്. ആ ഒരു പാക്കറ്റ് വിത്തിന് എത്ര വേണേ? 50 രൂപ. 50 രൂപ. അപ്പൊ ഒരു വിത്ത് ഇട്ടിട്ട് എത്ര മാസത്തിനുള്ളിൽ നമുക്ക് ഇതിന് വിളവെടുക്കാൻ കഴിയും? 24 ദിവസം കൊണ്ട് എടുക്കാം. 24 ദിവസം കൊണ്ട് കൂണ് പുറത്തു വരും. ഈ കൂണ് പുറത്തു വരുന്നെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കണം അതോ ഓട്ടോമാറ്റിക്? ഹോൾ ഇട്ട് കൊടുക്കണം. ആദ്യം വന്നവര് പറഞ്ഞു അവർക്ക് ഇത് പുറത്തേക്ക് വന്നില്ല. അപ്പൊ അത് കാരണം എന്താ? അവർക്ക് എയർ കണ്ടീഷനിങ്ങിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ അവര് ഹോൾ ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കൂളിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് പുറത്തേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ അകത്ത് തിങ്ങി നിൽക്കുള്ളൂ. നമുക്കത് അനുഭവമുള്ളതാണ്. ഇതിന്റെ വരുമാനം എങ്ങനെയാ? നമുക്കൊരു സാധാരണ കർഷകന് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം എത്ര രൂപ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും ഏകദേശം? ഇവിടെ ഏകദേശം 2500 രൂപയുടെ വിത്ത് വാങ്ങിയിട്ട് അതിനകത്തും കൂടി ഒരു മൊത്തം ഒരു 4000 രൂപ മുടക്ക് വന്ന് ഇത് കെട്ടിടങ്ങൾത്തിനല്ലാട്ടോ, ഈ വിത്തും ഇതിനോട് 4000 രൂപ മുടക്ക് വന്നിട്ട് ഞങ്ങൾക്ക് 25,000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് എങ്ങനെയാ? നമ്മളിത് വിളവെടുത്തിട്ട് നമ്മൾ എങ്ങനെ ഇത് വിൽക്കണേ? സെയിൽ നടക്കണ എങ്ങനെയാ? ഇവിടെ സെയിലിൽ തന്നെ കൊടുക്കണം. 1/4 കിലോ വീതമാണ് പാക്ക് ചെയ്യുന്നത്. 100 രൂപയ്ക്കാണ് 1/4 കിലോ കൊടുക്കുന്നത്. അത് സെയിലിൽ എന്തോരാണെങ്കിൽ ഇത് വിറ്റ് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഇത് അച്ചാറും ഇടുന്നുണ്ട്. അച്ചാറുണ്ടാക്കുന്നുണ്ട്. അച്ചാറൊക്കെ ഉണ്ടാക്കും. അത് ഡിമാൻഡ് ഉണ്ടല്ലോ? ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. അച്ചാറ് ഉണ്ടാക്കി എത്ര നാൾ ഇരിക്കും അച്ചാറ് കേടാവാതെയൊക്കെ? അച്ചാറ് ഇപ്പോഴാണ് അച്ചാർ ഇട്ടത്. ഒരാഴ്ച ആയുള്ളൂ അച്ചാർ ഇട്ടത്. അത് അപ്പൊ തന്നെ സെയിൽ ചെയ്ത് പോകും. പിന്നെ ഇതിന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ റൂമിന്റെ ഒരു ഇത് എങ്ങനെയാ? എന്തൊക്കെ റൂമിന് സെറ്റപ്പ് എന്തൊക്കെ ചെയ്യണം? റൂം സെറ്റപ്പ് എന്തൊക്കെ ചെയ്യണം? റൂം സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരുട്ട് ആയിട്ട് തന്നെ പിടിപ്പിച്ചിരിക്കണം. പിന്നെ എയർ കൂളിംഗ് വേണം. നമ്മൾ പുറത്ത് മോട്ടർ വെച്ചേക്കാണ്. ആ മോട്ടറിൽ നിന്ന് വെള്ളം വലിച്ചു കയറി അത് റിട്ടേൺ അങ്ങോട്ട് പോവാണ്. ആ കൂളിംഗ് ഈ ഫാൻ വലിച്ച് പുറത്തേക്ക് തള്ളു കളയാണ്. അങ്ങനെയാണോ ചെയ്യണം? ഈർപ്പം വേണം. ഈർപ്പം വേണം. പിന്നെ ഈ ഭിത്തിയിൽ എന്താ ചെയ്തേക്കണേ? ഭിത്തിയിൽ അതവര് സീലിംഗ് ഇത് ചെയ്ത് വെച്ചേക്കാണ്. അലൂമിനിയാണോ? അലൂമിനിയാണ്. അപ്പൊ ഈ ഒരു കൂട്ടിയിൽ നമുക്ക് ഏകദേശം എത്ര കിലോയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു മാസം? 1 കിലോയില് മുകളിൽ വരും. 1 കിലോന് മുകളിൽ ഒരു കൂട് നമുക്ക് എത്ര പ്രാവശ്യം ഒരു കൂട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും? ഒരു കൂട്ടിന്ന് നമുക്ക് ഇത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസം വരെ ഇങ്ങനെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. 5 ദിവസം 1 മാസത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം പിന്നെ വിളവ് കുറഞ്ഞു വരുന്നേ ഉള്ളൂ. എന്നാലും സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു മുട്ടൊക്കെ ഉണ്ടായിട്ട് ഇത് ഇങ്ങനെ മുട്ടായിട്ടില്ലേ? ഈ മുട്ട വിരിഞ്ഞ് ഈ ഒരു പരുവത്തിലേക്ക് ആവണേ ഏകദേശം 3 ദിവസം ഉണ്ട്. 3 ദിവസം ഉണ്ടാവൂലേ? അപ്പൊ നമുക്ക് വിളവെടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ എങ്ങനെ കണ്ടിക്കണം? ചേർത്ത് കണ്ടി കൂടിനോട് ചേർത്ത് പയ്യൊന്ന് തിരിച്ചാൽ കണ്ടിക്കൊന്നും വേണ്ട. നമ്മൾ കൈ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ അടന്നു പോരും. ഏത് കർഷകർ ഇത് ചെയ്ത് കഴിഞ്ഞാലും ചെറുകിട ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും നല്ല വരുമാനമുള്ള ഒരു ഇത് ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ഇതാണ്. ഇതിന് പ്രത്യേകിച്ച് പണിയില്ല. രാവിലെ നമ്മൾ ഇതിലേക്ക് വന്ന് നോക്കി അതിന് മോട്ടറും ഫാനൊക്കെ ഇട്ട് നോക്കി ചെയ്താൽ മതി. നമുക്ക് വിളവെടുക്കുന്നതിനും അധികം അധ്വാനമില്ല. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ശരി നമുക്ക് കൂണ് കൃഷി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും. വൈക്കോലുണ്ട്. പിന്നെ വേറെ എന്താ? വൈക്കോലും വിത്തും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് ചുമ്മാട് വെക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി കുമ്മായം തൂളി കൊടുക്കും. അത് മാത്രമാണ് ഈ വൈക്കോല് പുഴുങ്ങി കൊള്ളുന്നതിന് ശേഷം നമ്മൾ ഇച്ചിരി കുമ്മായം തൂളും. ഇത് കുമ്മൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഈ കൂട് നമ്മൾ നിറയ്ക്കുമ്പോ എങ്ങനെ നിറയ്ക്കുന്ന രീതി ഉണ്ടോ? അതോ നിറയ്ക്കുന്ന രീതിയുണ്ട്. നമ്മളെന്ന് വെച്ചാൽ ആദ്യം അടിയിൽ ഇപ്പൊ ഈ കവറിന്റെ തന്നെ ഇതുണ്ട്. അടിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയേക്കുവാണ്. എന്നിട്ട് ആ കൂട് മറച്ചെടുത്തേക്കുവാണ്. ആ മറച്ചെടുത്തിട്ടാണ് നമ്മളത് ഇടുന്നത്. അപ്പൊ എന്നാലാണ് റൗണ്ടിൽ കിട്ടുള്ളൂ. എന്നിട്ട് ആ റൗണ്ടിൽ ആദ്യം വിത്തിടും. വിത്തിട്ടതിന് ശേഷം ഒരു ബെഡ് പിടി ഒരു വൈക്കോലിന്റെ ചുമ്മാട് വിടും. എന്നിട്ട് അത് ശരിക്കും ഒതുക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ വീണ്ടും വിത്തിടും. അങ്ങനെ 4 പ്രാവശ്യം 4 ലെയർ വിത്തിടും. വിത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടും.
ആ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് 15 ദിവസം കഴിയുമ്പോഴാണ് തുള കൊടുക്കുന്നത്. ഓക്കെ. ചേച്ചി ഇപ്പൊ നെല്ലിമ ഫാമിലല്ലോ? അതെ. നല്ല ആദായകരമായ കൃഷിയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരാൾക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തിന് വേണ്ടിട്ട് ഓടക്കാലി കൃഷി ഫാമിനെ സമ്മതിച്ചാൽ മതി അല്ലേ? വേറെ കൃഷി ഫാമിലുണ്ടോ? വേറെ പിന്നെ ആദ്യം ഇവിടെ മേടിച്ചൊന്നും പറവൂരുണ്ട് വിത്തു എന്ന് പറഞ്ഞ് ആക്കടെ അടുത്ത് നടന്ന് മേടിച്ചോണ്ടിരുന്നു. അപ്പൊ അവിടെ അന്നേരം കഴിഞ്ഞ വേനൽക്ക് എന്നാ വെച്ചാൽ അവിടെ സ്റ്റോക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വാങ്ങുന്നത്. ഇങ്ങനെ ഈ തുള ചെറുതായിട്ട് കൊടുക്കണം അതായത് ചുറ്റും തുളയ്ക്കുക. എത്ര തുള ഒരു കവറിൽ അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമല്ല, മൊത്തം കുത്തുക. നമ്മള് എത്ര തുള ഇടണം അതിനനുസരിച്ച് ഇതെല്ലാം ഈ അരിയുടെ എല്ലാം പുറത്തേക്ക് പോകും. ഇതിന് പ്രതികൂലമായിട്ട് വരാനുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് വളരാനുള്ള സാഹചര്യം? നല്ല ചൂടൊക്കെ ആണെങ്കിൽ വിളവ് കുറയും. ഇതൊക്കെ ശരിക്കും വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിപ്പോ നാളത്തേക്ക് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. നമ്മളിങ്ങനെ വിളവെടുക്കാറായി എന്നെങ്ങനെ അറിയുന്ന സംഭവം? ഈ സാധനം ശരിക്കും വിടുന്ന് വന്നിട്ട് ഈ സാധനം മുമ്പ് തുടങ്ങണുണ്ടോ? ഇതിപ്പോ ഇത് 2 ദിവസം ഈ മുട്ട ഇതിപ്പോ മുട്ട വന്നേക്കണേണ്. ഈ മുട്ട 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പരുവത്തിലാവും. ആളുകൾക്ക് ചെയ്യാൻ എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ അഡ്വൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് നെല്ലിമംഗലം കൃഷി ഫാമിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ? അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും? കൃഷിഭവനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഫാം നമ്മളിപ്പോ ഉണ്ടാക്കുന്നതല്ലേ? കൃഷിഭവനായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ സപ്പോർട്ട് ചെയ്യും. കൂണ് കൃഷിക്കൊക്കെ സഹായം കിട്ടുന്നുണ്ടെന്നാണ് അറിവ്. ഇന്നലെ വന്നിരിക്കുന്ന മുട്ടാണത്. ഈ മുട്ട നാളത്തേക്ക് ആവുമ്പോ അത് ആ ഭാഗത്തിലേക്ക് വരും. അപ്പൊ ചേച്ചി ആദ്യം പറഞ്ഞ പോലെ ഒരു കൂട്ടിയത് നമുക്ക് ഒരു മാസത്തോളം ഇത് ചെയ്യാൻ പറ്റും. ഒരാഴ്ച വെച്ച് വിളവെടുക്കാൻ പറ്റും അല്ലേ? ഒരാഴ്ചയിൽ ഡെയിലി വിളവെടുക്കാൻ പറ്റും. അപ്പൊ ഒരു മാസം ഏതാണ്ട് 1 കിലോയോളം ഒരു കൂട്ടിന്ന് ചിലപ്പോ ഒറ്റ വിളവെടുക്കുന്ന ഒരു ദിവസം തന്നെ നമുക്ക് 1 കിലോ കിട്ടും. 1 കിലോ കിട്ടും. നിറച്ചുണ്ടാവും. ഇതിനൊക്കെ നമുക്ക് നിറച്ചുണ്ടായിരുന്ന ചുറ്റും എല്ലാ തുളകളെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിങ്ങനെ വന്നേക്കണ പോലെ എല്ലാ തുളകളെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണാം 1 കിലോ കൂണിന് ഇപ്പൊ 400 രൂപ മാർക്കറ്റിൽ വരാം. 500 രൂപ വിലയായി. 500 രൂപ വിലയായി. അപ്പൊ ഏതാണ്ട് 1 ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ ഒരു മാസം നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കാം. ഇതുപോലത്തെ 2 മുറിയിലൊക്കെ ആണെങ്കിലേ ഒരു മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ഒരു 100 ബെഡായിടണമെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കാം. 100 ബെഡിട്ടേ വലിയ തലവേദനയില്ല. ഇല്ല. ഇതിനിപ്പോ വേറെ രീതിയിലുള്ള വളങ്ങളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള അണുബാധ അങ്ങനെയൊന്നുമില്ലല്ലോ? ഉണ്ടാവും. അതാണ് ആരെയും കൂടെ നമ്മൾ വളരെ സംരക്ഷിക്കണം അല്ലേ? അതെ. ഇപ്പോൾ തുറന്നിടാനോ ചൂട് കയറാനോ കുളിങ്ങില് തന്നെ. ശരി വെച്ചപ്പോ താങ്ക്സ് കേട്ടോ.